അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു അരങ്ങാണ്, ഒരു 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 സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നമ്മളെല്ലാം ഓരോരോ വേഷങ്ങൾ ഇങ്ങനെ കെട്ടിയാടുന്ന ആളുകളാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ അരുന്ധതി റോയ്ക്ക് അറിയാമായിരുന്നോ? ആ പുസ്തകം എഴുതുമ്പോൾ, മേരി റോയുടെ മകൾക്ക് ആ പുസ്തകം എഴുതുമ്പോൾ താൻ ബുക്കർ പ്രൈസിന് സമ്മാനത്തിന് അർഹയാവുന്ന അവർക്കറിയാമായിരുന്നു. ചെലവഴിക്കാത്ത പണം, കഴിക്കാത്ത ഭക്ഷണം, വായിക്കാത്ത ബുക്ക്, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഡാവിഞ്ചി മോണോലിസയെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കൗതുകക്കാരൻ ചോദിച്ചു, അല്ലയോ ഡാവിഞ്ചി, എന്താണ് ഇത്ര നാളെടുത്തിട്ട് താങ്കൾ ഇങ്ങനെ ഈ കൺപീലി വരയ്ക്കുന്നത്, എന്തിനാണ് ഇത്രയും സമയം എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡാവിഞ്ചി പറഞ്ഞ മറുപടി ലോകത്ത് എല്ലായിടത്തും എമ്പാടും അന്നും ഇന്നും കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാന പാഠമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഡാവിഞ്ചി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? നമസ്കാരം. കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഷ ആണെന്ന് പറയും. ശരീരവും മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഭാഷ. നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള ഒരു കൈമാറൽ, വിവര കൈമാറ്റം, അതല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ച ആശയങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പൊതുവെ ആളുകൾ വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് കയറി വരുമ്പോൾ തന്നെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടുതൽ കയറി വരുന്നത്. നമുക്കറിയാം, ചുറ്റും നോക്കിയാൽ അറിയാം, സോഷ്യൽ മീഡിയയിലെല്ലാം പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്നത് ധാരാളമായി കോഴ്സുകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പബ്ലിക് സ്പീക്കിംഗ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഷ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഷേക്സ്പിയർ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന തൻ്റെ വിശ്രുതമായ നാടകത്തിൽ വിഷാദ സഞ്ചാരിയായ ജാക്വിസ് എന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ കൊണ്ട് ഷേക്സ്പിയർ പറയുന്ന ഒരു വാക്കുണ്ട്, ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വേഷം കെട്ടിയാടേണ്ടതുണ്ട്. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു അരങ്ങാണ്. ആ അരങ്ങത്ത് ഓരോ വേഷങ്ങൾ അഭിനയിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അവരൊക്കെ അതാത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ സമയങ്ങളിൽ ഓരോരോ വേഷങ്ങൾ കെട്ടിയാടുന്നു എന്നതാണ്. അപ്പോൾ എത്രത്തോളം ശരിയാണെന്ന് നോക്കൂ. കാരണം നമ്മളൊക്കെ അച്ഛനായും അമ്മയായും മകനായും മകളായും സഹോദരനും സഹോദരിയും സുഹൃത്തും സഹപ്രവർത്തകരുമായിട്ടൊക്കെ എത്ര വേഷങ്ങളാണ് ഒരു ദിവസം കെട്ടിയാടുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ കെട്ടിയാടുന്നത്. അവിടെയൊക്കെ ഈ പരസ്പരമുള്ള ഈ ആശയവിനിമയങ്ങൾക്കിടയിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഷ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ്. അപ്പം ഈ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, മനുഷ്യന് ഇതിനെക്കുറിച്ചുള്ള അവബോധം പലപ്പോഴും ഉണ്ടാകാറില്ല. താൻ എന്തു പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായി നമ്മളത് എങ്ങനെ പറയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാളും എങ്ങനെ പറയുന്നു അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് പറയുന്നത്. ഒരാൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്നതിനേക്കാൾ കൂടുതൽ അയാൾ അത് എങ്ങനെ പറഞ്ഞു എന്നിടത്താണ് അതിൻ്റെ ആധികാരികത, അതല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഏത് തരത്തിലാണ് ഒരു കാര്യം അവതരിപ്പിക്കപ്പെടേണ്ടത് എന്ന കാര്യം നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊരു സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. എന്താണ് സ്കില്ലും ടാലൻറ്റും തമ്മിലുള്ള വ്യത്യാസം? ടാലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, സ്കില്ല് എന്ന് പറയുന്നത് ഒരു കഴിവ്, അത് പഠിച്ചെടുക്കാവുന്നത് ഒന്നാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളൊരു ഓടാൻ പഠിക്കുന്നത് പോലെയോ ചാടാൻ പഠിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഷ പഠിക്കുന്നത് പോലെയൊക്കെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട ഈ സ്കില്ലിനെ കുറിച്ച് ഡാവിഞ്ചി, വിശ്രുതനായ ചിത്രകാരൻ ഡാവിഞ്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡാവിഞ്ചി മോണോലിസയെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഈ മോണോലിസയുടെ നിർമ്മാണത്തിനായിട്ട് ധാരാളം നൂറുകണക്കിന് ആളുകളെ ഈ അല്ലാത്ത ദിവസങ്ങളിൽ ഇടദിവസങ്ങളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ യാത്ര ചെയ്തും അവരുമായിട്ട് ഇടപഴകിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ മറ്റു കഥാപാത്രങ്ങൾ വരച്ചതുപോലെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഒരു തെരുവിലാണ് അദ്ദേഹം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. തെരുവിലൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം വരയ്ക്കുന്നത്. ആ വരയ്ക്കുന്നതിനിടയിൽ മോണോലിസയുടെ മുഖം വരച്ച് ബാക്കി എല്ലാ കണ്ണുകളൊക്കെ വരച്ചിട്ട് കൺപീലി വരയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാസങ്ങളോളം എടുത്തു. അപ്പോൾ ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കൗതുകക്കാരൻ ചോദിച്ചു, അല്ലയോ ഡാവിഞ്ചി, എന്താണ് ഇത്ര നാളെടുത്തിട്ട് താങ്കൾ ഇങ്ങനെ ഈ കൺപീലി വരയ്ക്കുന്നത്, എന്തിനാണ് ഇത്രയും സമയം എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡാവിഞ്ചി പറഞ്ഞ മറുപടി
ലോകത്ത് എല്ലായിടത്തും എമ്പാടും അന്നും ഇന്നും കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാന പാഠമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഡാവിഞ്ചി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഡാവിഞ്ചി പറഞ്ഞു, ഒരു മനുഷ്യൻ കാണാതെ കാണുന്നു, അവൻ കാണുന്നുണ്ട് പക്ഷെ കാണുന്നില്ല, കേൾക്കാതെ കേൾക്കുന്നു, ചിന്തിക്കാതെ പറയുന്നു, സ്പർശം അറിയാതെ തൊടാതെ തൊടുന്നു, കേൾക്കാതെ കേൾക്കുന്നു. കേൾക്കാതെ കേൾക്കുകയാണ്. കേട്ടു, ഞാൻ പറഞ്ഞപ്പോൾ നീ എവിടെയായിരുന്നു? എത്ര വിശദമായിട്ട് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞാണ്, എന്നിട്ട് നീ അത് കേട്ടില്ലല്ലോ. എന്നിട്ട് വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുകയാണ്. അയ്യോ, ഞാനത് കേട്ടില്ല കേട്ടോ. അപ്പോൾ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. നമുക്ക് താല്പര്യമുള്ള വിഷയം വരുമ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യം വരുമ്പോഴാണ് നമ്മളത് കേൾക്കുന്നത് എന്ന് വരുന്നു. ഇപ്പം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കൂ. നമ്മുടെ ശരീരം അവിടെയുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ സെൽഫ് ടോക്കിലായിരിക്കും, സ്വയം സംഭാഷണത്തിലായിരിക്കും. ഇതിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്, ഇതിന് അയാൾ പറയുന്ന മറുപടിക്ക് ഞാൻ എന്തായിരിക്കും തിരിച്ചു പറയേണ്ടത്, ഇത്തരത്തിലുള്ള ആലോചനകളിലായിരിക്കും നമ്മുടെ ശരീരം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ ഒരുമിച്ച് ഉൾപ്പെട്ടുകൊണ്ട് ആ കേൾവി, ഒരു ശ്രവണ ശൈലി പോലും നമുക്കുണ്ടാവില്ല, കേൾക്കുന്നില്ല. അപ്പോൾ നല്ല പ്രഭാഷകരൊക്കെ നല്ല കേൾവിക്കാരാണെന്നാണ് പറയുക. നല്ല പ്രഭാഷകർ, ലോകത്തിലുള്ള എല്ലാ പ്രഭാഷകരും. അപ്പോൾ കേൾക്കാതെ കേൾക്കുകയാണ്. അപ്പോൾ കേൾക്കാതെ കേൾക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന എന്തൊക്കെ അപകടങ്ങളാണ്? വേണ്ടത്ര അളവിൽ അത് മനസ്സിലാക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. കേൾവിയും ശ്രവണവും രണ്ടാണെന്ന് പറയും. ഒന്ന്, കേൾക്കുക എന്നത് നമുക്ക് ഒരു മനസ്സംബന്ധിയായിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ, ശ്രവണം എന്ന് പറയുന്നത് ഒരു ഫിസിയോളജി ആയിട്ട് ബന്ധപ്പെട്ടാണ്. കേൾവി ഒരു ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് വന്നു, അത് നമ്മുടെ അകത്തൂടെ സഞ്ചരിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് എത്തി, അതിനെ വേർതിരിച്ചെടുത്ത് അതിനെ അറിയേണ്ട രീതിയിൽ, അതിനെ മനസ്സിലാക്കേണ്ട രീതിയിലേക്ക് മനസ്സിലാക്കുന്ന ഒരു ശരീര സംബന്ധിയായിട്ടുള്ള പരിപാടിയാണ് ശ്രവണം എങ്കിൽ, കേൾവി എന്നത് അങ്ങനെയല്ല. ഈ കേൾവി എന്നത് മനസ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഇത് അതിൻ്റെ ടോണ്, അതിൻ്റെ പിച്ച്, ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് അത് വരുന്നത്. അപ്പം ശ്രവണവും കേൾവിയും ഒരേപോലെ സംഭവിച്ചാലാണ് ശരിയായ ഗ്രഹിക്കൽ നടക്കുകയുള്ളൂ എന്നാണ്. അപ്പം അതിന് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഒരാളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേൾക്കാതെ കേൾക്കുന്നു, മനുഷ്യന് അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്കറിയാം. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടാവും. ഇനി എന്താ? കാണാതെ കാണുന്നു. കാണുന്നുണ്ട് പക്ഷെ കാണുന്നില്ല, നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല. ഇതാണ് സംഭവം. എവിടെ നോക്കിയാടാ നീ ഇത് ചെയ്തത്? നീ എവിടെയായിരുന്നു? അത് നോക്കി നീ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടല്ല പോയത്. എന്നിട്ട് ഇപ്പം കണ്ടില്ല എന്ന് പറയുന്നത്? അയ്യോ, അപ്പം ഞാനത് കണ്ടില്ല. എന്താണ്? കാഴ്ചയുടെ ആ ഇന്ദ്രിയ ബോധത്തിന് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. നിങ്ങളിപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം ഓഫ് ചെയ്യണം. അയാളെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളത് ഓഫ് ചെയ്തു, കേട്ടില്ല, കണ്ടില്ല, കണ്ടുമില്ല, കേട്ടുമില്ല. ഇതാ സംഭവിക്കുന്നത്. പിന്നെന്താ? തൊടാതെ തൊടുന്നു. തൊട്ടറിഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തെ, പക്ഷെ തൊട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിന്തിക്കാതെ പറയുന്നു. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ശരിയായ അർത്ഥത്തിൽ കേൾക്കാത്തത് കൊണ്ട് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കൽ നടക്കുന്നില്ല. ഈ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കൽ നടക്കാത്തത് കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാതെ പറയേണ്ടി വരുന്നു. നാവിൻ തുമ്പത്ത് വരുന്നത് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ അറിയാതെ പറഞ്ഞു പോവുകയാണ്. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഡാവിഞ്ചി പറഞ്ഞിരിക്കുന്നത്. ഞാനിതിനെ എൻ്റെ ഭാഷയിൽ ഡാവിഞ്ചി കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ഒരു സാങ്കേതിക പദമായിട്ട് വെച്ചിരിക്കുക, ഡാവിഞ്ചി കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു അരങ്ങാണ്, ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നമ്മളെല്ലാം ഓരോരോ വേഷങ്ങൾ ഇങ്ങനെ കെട്ടിയാടുന്ന ആളുകളാണ്. ഈ വേഷങ്ങൾ കെട്ടിയാടാൻ വേണ്ടി നമ്മളെ ലോകം വിളിക്കും, സന്ദർഭങ്ങൾ വിളിക്കും, ഓബ്സ്റ്റക്കിൾസ്, പ്രശ്നങ്ങൾ നമ്മളെ വിളിക്കും. ആ അരങ്ങത്തേക്ക് അരയും തലയും മുറുക്കി ഇറങ്ങുന്ന മനുഷ്യരാണ് സക്സസ് ആയി മാറുന്ന ആളുകൾ. അത് പക്ഷേ ആ കോളിംഗ് വരുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിശ്രുതരായ എത്ര കലാകാരന്മാർ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അവരൊക്കെ ഞാനിങ്ങനെ ഒരു വലിയ കലാകാരനാവണം എന്ന് വിചാരിച്ചിട്ടാണോ? ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ അരുന്ധതി റോയ്ക്ക് അറിയാമായിരുന്നോ? ആ പുസ്തകം എഴുതുമ്പോൾ, മേരി റോയുടെ മകൾക്ക് ആ പുസ്തകം എഴുതുമ്പോൾ താൻ ബുക്കർ പ്രൈസിന് സമ്മാനത്തിന് അർഹയാവുന്ന അവർക്കറിയാമായിരുന്നു? ഇല്ല. അതിനുവേണ്ടിയല്ല അവരത് എഴുതിയത്. എല്ലാവരും വായിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. റോജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സംഗീതം ചെയ്യുമ്പോൾ AR റഹ്മാൻ അറിയാമായിരുന്നു? അക്കാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചെന്നൈയിൽ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു, എടാ ഒരു മ്യൂസിക് ചെയ്യുന്ന ഒരാളുണ്ട്, ദിലീപ് എന്നാണ് പേര്, അവിടെ പോയിട്ട് ഒന്ന് അയാൾക്ക് എന്തെങ്കിലും അവസരങ്ങളൊക്കെ കൊടുത്താൽ അർജുന മാസ്റ്റർ കൂടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് കാണാൻ പോയപ്പോൾ ഇന്നുള്ള ആ പഞ്ചനാഥൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കുഞ്ഞ് ഒരു സ്ഥലം,
അവിടെ ചെന്ന് ഇങ്ങനെ കണ്ടു വർത്താനം പറഞ്ഞ ഒരു കുഞ്ഞു ഷൈ ആയിട്ടുള്ള ഒരു പയ്യൻ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ തിരിച്ചു വന്നു. എൻ്റെയും തുടക്കകാലമാണ് സിനിമാ രംഗത്തേക്കുള്ള. അന്ന് ഞാൻ അറിഞ്ഞിരുന്നോ വിശ്രുതനായ ഒരാൾക്ക് മുന്നിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതെന്ന്? അയാളെ ഇപ്പോൾ ഒന്ന് കാണണമെങ്കിൽ എങ്ങനെ എന്തെല്ലാം സാഹസം കഴിച്ചാലാണ് ഒന്ന് കാണാൻ കഴിയുക? അയാൾക്കറിയാമായിരുന്നോ? ഒരിക്കലുമില്ല. റോജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്യുമ്പോൾ അയാൾക്കറിയാമായിരുന്നോ അതിന് ദേശീയ അവാർഡ് കിട്ടുമെന്നും താന് ഈ തരത്തിൽ പിന്നീട് വലിയ വിശ്രുതനായ ഒരു സംഗീതജ്ഞനാവുമെന്നും അയാൾക്കറിയാമായിരുന്നു? ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് സംഗീതം ചെയ്ത് ആ സംഗീതം ഓസ്കാർ അവാർഡ് വിന്നിങ് പാട്ടായിട്ട് വന്ന് ആ പാട്ടിന് ശേഷം അതേ പാട്ട് വിശ്രുതനായിട്ട് മറ്റൊരു നാടക പ്രവർത്തകൻ ആൻഡ്രൂ ലോയിഡ് വെബ്ബർ അദ്ദേഹം അത് ഒരു നാടകമാക്കി, മുംബൈ ഡ്രീംസ്. ആ നാടകമാക്കിയപ്പോൾ ക്ഷണിക്കപ്പെട്ടത്, അതേ പാട്ട് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടത് നമ്മളിപ്പോൾ പറഞ്ഞ പ്രസ്തുത AR റഹ്മാനെയാണ്. AR റഹ്മാൻ അവർ ഒറ്റ വഴിയിലൂടെ ഇംഗ്ലീഷ് സംഗീത ലോകത്തേക്ക് കടന്നു വന്ന് പിന്നീട് ഓസ്കാർ വിന്നറായി. അപ്പം നമുക്കറിയാൻ പറ്റില്ല ആരെ എപ്പോൾ എങ്ങനെ വളർന്നു വരും എന്നുള്ളത്. പ്രിപ്പറേഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയായ രീതിയിൽ കേൾക്കുകയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ലോകത്ത് മുന്നേറാൻ കഴിയേണ്ടതാണ്. ഞാനൊരു വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിൾ നിശബ്ദ ഭാഷയിലൂടെ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലണ്ടനിലെ കുബേരന്മാർ കുടിച്ചു കൂത്താടുന്ന ഒരു ക്ലബിൽ, നിശാ ക്ലബിൽ ക്രിസ്മസ് ദിനമാണ്. അപ്പോൾ അവിടെ വലിയ ബഹളമുണ്ട്. ആർത്ത് തിമിർത്ത് ആറാടുകയാണ് അവിടുത്തെ ഈ കുബേരന്മാരെല്ലാം കൂടെ. അപ്പോൾ അവിടെ ഡാൻസിൽ വരുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ മൂത്ത മകന് ജ്വരം വന്നിരിക്കുക, പനി അടിച്ചിരിക്കുക. ഇവർക്കുമുണ്ട് പനി, കടുത്ത പനിയാണ്. പക്ഷേ ക്രിസ്മസിന് കേക്ക് വാങ്ങണം, മറ്റു കാര്യങ്ങളുണ്ട്. ഇളയ മകൻ 3 വയസ്സുള്ള കുട്ടിയുണ്ട് കൂടെ. അപ്പം അവനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് ഒരു സഹായിയായിട്ട്. പതുക്കെ ആവതില്ല, അവന് പനിയൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീക്ക് വയ്യ. അങ്ങനെ റൊട്ടി വാങ്ങണം, കേക്ക് വാങ്ങണം, ഇവിടുന്ന് കിട്ടിയിട്ട് വേണം, പണം കിട്ടിയിട്ട് വേണം. അങ്ങനെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക, ബഹളമാണ് മൊത്തം. ഈ ഡാൻസിനിടയിൽ ഈ സ്ത്രീ മോഹാലസ്യപ്പെട്ടു വീണു, പനി കാരണം. അപ്പം മൊത്തം ബഹളം കൂടി. ആളുകളെല്ലാം തൊപ്പിയും വടിയും അവരുടെ വാക്കിംഗ് സ്റ്റിക്സും അതുപോലെ പഴങ്ങളും മുട്ടയും മറ്റു സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോൾ അവിടെ വലിയ ബഹളമായി. ഈ ബഹളം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനിടയ്ക്ക് ഏതോ ഒരു കുബേരൻ വെയിറ്റ് എന്തോ അവിടെ കണ്ടു. ആൾ അവിടെ എന്തോ കണ്ടിട്ട് ഇയാളിങ്ങനെ ശ്രദ്ധിക്കുക. ആളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ഒരു തൊപ്പി, ഒരു വലിയ സ്റ്റിക്കിൻ്റെ മുകളിൽ ഒരു തൊപ്പി ഇങ്ങനെ സ്റ്റേജിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആളെ ഒന്നും കാണാനില്ല. ആളുകളെല്ലാം കൗതുകത്തോടെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് അമീബയെ പോലെ ഈ കുഞ്ഞു ചെറുക്കൻ, ഈ കൊച്ചു കുട്ടി, ഈ 3 വയസ്സുകാരൻ, അവനിങ്ങനെ തൊപ്പിയൊക്കെ ഈ കയ്യിൽ ഈ വാക്കിംഗ് സ്റ്റിക്സ് എടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ട് അവനിങ്ങനെ തട്ടി ഒരു പ്രത്യേക രീതിയിൽ നടന്നുകൊണ്ട് അവനിങ്ങനെ പോവുക. അവൻ്റെ നടപ്പിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതുവരെയും ആരും നടക്കാത്ത വളരെ ഒരു കൊമഡിയൻ്റെ പോലെ ഒരു ശരീരഭാഷയൊക്കെ ആയിട്ട്, നിശബ്ദമായ ശരീരഭാഷയിലൂടെ. തകർപ്പൻ കയ്യടി മാത്രമല്ല, ആ നിശാ ക്ലബിൻ്റെ, ലണ്ടനിലെ ആ നിശാ ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടിപ്സാണ് അവിടെ പോയി വീണത്. ടിപ്പ്, പണം കുമിഞ്ഞുകൂടി ആൾക്കാരിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കരഘോഷങ്ങൾ മുഴങ്ങിക്കൊണ്ട് ആ അമ്മ മോഹലസ്യപ്പെട്ട് വീണ് കിടക്കുന്ന അമ്മ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഇതിന് നടുവിൽ ഇങ്ങനെ പൗണ്ടുകളൊക്കെ വന്ന് വീഴുന്നതിന് നടുവിൽ ഇങ്ങനെ അത്ഭുതത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തൻ്റെ 3 വയസ്സുകാരൻ മകനെയാണ്. അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. അവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അവനെ എടുത്തുയർത്തിയത് എവിടേക്കാണെന്നറിയോ? വിശ്വവിഹായസിലേക്കാണ്. അവൻ കടന്നു വന്നത് എവിടേക്കാ? ലോകത്തിന്റെ ചിരി അരങ്ങത്തേക്കാണ്. നിങ്ങൾക്കറിയാം, കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഈ പേര് വരുന്നുണ്ടല്ലേ, ചാർലി ചാപ്ലിൻ. ഹാസ്യ സാമ്രാട്ടായ വിശ്രുതനായ ചാർലി ചാപ്ലിന്റെ ജനനം. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആക്ട് ചെയ്യേണ്ട വിധത്തിൽ, ജീവിതം ഒരു അരങ്ങാണ്, ഈ അരങ്ങത്തേക്ക് നമ്മളങ്ങ് ആക്ട് ചെയ്യപ്പെടുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരഭാഷ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ 55% വരുന്ന നമ്മുടെ ശരീരഭാഷ, കൈകളും കാലുകളും കണ്ണുകളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ശരീരഭാഷ, അതിനെ തേച്ച് മിനുക്കി എടുക്കേണ്ടതുണ്ട്, അതിനെ മൂർച്ച കൂട്ടേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ആ 38% വരും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് എന്താണ്? നമ്മുടെ ശബ്ദം എങ്ങനെ പറയുന്നു, അതിൻ്റെ വേഗത, അതിൻ്റെ പിച്ച്, അതിൻ്റെ ഘനം, അതിൻ്റെ ഗാംഭീര്യം, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അടങ്ങുന്ന ആ 38%. ആ 38% കൂടി അടങ്ങുമ്പോഴുള്ളത് കഴിഞ്ഞിട്ട് അപ്പോൾ എത്രയായി? 93% കമ്മ്യൂണിക്കേഷൻ.
നമ്മളിതുവരെയും കടന്നു ചെല്ലാത്ത, സാധാരണ മനുഷ്യൻ കടന്നു ചെല്ലാത്ത, അധികം ആരും കടന്നു ചെല്ലാത്ത 93% ഏരിയ. ഇറ്റ്സ് ഓൾ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. ജീവിതം മുഴുവൻ സമസ്ത മേഖലകളും ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ഇടചേർന്ന് കിടക്കുന്നു. ബാക്കിയുള്ള വെറും 7% വാക്കുകൾ. ആ വാക്കുകൾ കൊണ്ട്, പവർ ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ശക്തി. സ്വാമി വിവേകാനന്ദൻ പറയും, വാക്കുകൾക്ക് എന്തു ശക്തിയാണ്, വാക്കുകൾക്ക് എന്തൊരു ശക്തി എന്നാണ്. അപ്പൊ വാക്കുകൾക്ക് എന്തൊരു ശക്തിയാണെങ്കിലോ, തീയുണ്ടകളെ, വാക്കുകളെ തീയുണ്ടയാക്കിയ ഹിറ്റ്ലറെ ഓർക്കുക. ഹിറ്റ്ലറുടെയൊക്കെ പ്രഭാഷണം നിങ്ങൾ കാണണം കേട്ടോ. യൂട്യൂബിൽ അതിന്റെ വീഡിയോസ് എല്ലാം കിടക്കുന്നുണ്ട്. കൈകൾ ചുരുട്ടിക്കൊണ്ട്, അടഞ്ഞ ശരീരഭാഷ ഉയർത്തിക്കൊണ്ട് ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ഹിറ്റ്ലർ. അദ്ദേഹം ലോകത്തിന് കൊടുത്ത സന്ദേശം എന്താണ്? അടഞ്ഞതെല്ലാം നെഗറ്റീവായിട്ട് സന്ദേശം കൊടുക്കുന്നത്. അടഞ്ഞ ശരീരഭാഷ, അടഞ്ഞ കൈകൾ, തുറന്ന ശരീരഭാഷ. ഞാനിപ്പോൾ ഇരിക്കുന്നത് തുറന്ന ശരീരഭാഷയിലാണ്. നിങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തുറന്ന ശരീരഭാഷയിലാണ് നിങ്ങൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആശയങ്ങൾ വളരെ വേഗത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതേസമയം ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, കൈയൊക്കെ കിട്ടിയിട്ട് മിഥുനത്തില് ഇന്നസെന്റ് ഏട്ടൻ മോഹൻലാലിന്റെ ഫാക്ടറിയിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് CI പോലുള്ള ക്യാരക്ടർ വരുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് വീശൊക്കെ പിരിച്ച് നിൽക്കുന്ന ഓർമ്മയില്ല? അടഞ്ഞ ശരീരഭാഷയിൽ ഇപ്പൊ പൊട്ടിക്കുമെന്നുള്ള ലൈനിലാണ്. ഇത്തരത്തിലുള്ള ധാരാളം ആളുകളെ നമ്മൾ സാധാരണ കാണാം. അവബോധമില്ലായ്മ കൊണ്ടാണ്. അവയർനെസ് ആണ് പ്രധാനപ്പെട്ടത്. നമുക്ക് ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ട്, അതിന് കാരണങ്ങളുണ്ട്. ട്രിഗേഴ്സ് അതിനൊരു കാരണമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പഴയ ഒരുപാട് പ്രോഗ്രാമുകൾ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ പ്രോഗ്രാമുകൾ പറയുന്നത് വാർഫീൽഡിൽ, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വാർഫീൽഡ്, ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിൻ്റെ അവസ്ഥയായി പറയുന്നത്. വാർഫീൽഡിൽ യുദ്ധം കഴിഞ്ഞിട്ട്, റീഹാബിലിറ്റേഷൻ എല്ലാം കഴിഞ്ഞ്, പുനർനിർമ്മാണം എല്ലാം കഴിഞ്ഞിട്ട്, നല്ല ഹൈവേ റോഡുകളൊക്കെ ഉണ്ടാക്കി, ആ റോഡിലൂടെ ഒരു ട്രക്ക്, അമിതമായ ഭാരവും കയറ്റി ഒരു ട്രക്ക് സഞ്ചരിക്കുമ്പോൾ, ആ ട്രക്ക് സഞ്ചരിക്കുന്ന ആ ട്രാക്കിന് 1 ഇഞ്ച് ഒന്ന് ഡ്രൈവറുടെ ഏതോ ഒരു ശ്രദ്ധ ഒന്ന് മാറിയിട്ട് 1 ഇഞ്ച് ഒന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒന്ന് മാറുമ്പോൾ, ആ മാറിയ ആ സ്ഥലത്തിന് നേരെ താഴെ അങ്ങടിയിൽ ഏതാനും അടികൾ താഴ്ചയിൽ റെഡ് സിഗ്നലുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മർദ്ദം മാത്രം, ഇത്രയും മർദ്ദം മതി അതിനു വേണ്ടി കാത്തു കിടക്കുന്ന മൈനുകളെ പോലെയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ട്രിഗറുകളാകാൻ വേണ്ടി കാത്തിരിക്കുന്ന നെഗറ്റീവ് പ്രോഗ്രാംസ് എന്നാ പറയുക. തത്തുല്യമായിട്ട് എന്ത് കിട്ടിയാലും, എന്തിനാ നീ ഇത്രയും ചൂടായത്? അതിന് മാത്രം സംഭവം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയൊക്കെ ചൂടാകാൻ എന്താ കാര്യം? സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നില്ലേ? നമുക്കത് സിമ്പിളായിരിക്കും, പക്ഷെ അയാൾക്കത് അയാളുടെ പഴയകാല ഒരു ഓർമ്മയുമായിട്ട് ട്രിഗർ ചെയ്ത് വരികയാണ്. അപ്പം ഇങ്ങനെ കിടക്കുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരം പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശരീരം നൽകുന്ന ചോർച്ചകൾ എന്നാണ് ഇതിന് പറയുക. മറ്റൊരു വിഷയമാണ്. ആ വിഷയം വളരെ വിശദമായി സംസാരിക്കേണ്ടതാണ്. പറഞ്ഞു വരുന്നത്, ഡാവിഞ്ചി പറഞ്ഞതുപോലെ നമ്മൾ കാണാതെ കാണുകയാണ് മനുഷ്യർ, കേൾക്കാതെ കേൾക്കുകയാണ്, ചിന്തിക്കാതെ പറയുകയാണ്, അവ അവബോധമില്ലാതെ തൊടുകയാണ്. അതിന് വളരെ വ്യക്തതയോടെ ജീവിതത്തിലെ സമസ്ത മേഖലകളും വിജയിക്കാനായി ഈ കമ്മ്യൂണിക്കേഷൻ നിയമങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പഠിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് വിജയത്തിന് പരിധികളില്ല. നിങ്ങൾ ഏത് പ്രൊഫഷനാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും, നിങ്ങളൊരു വലിയ ധാരാളമായിട്ട് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരാളൊക്കെയാണ്, പക്ഷെ നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ആ പണം കൊണ്ട് എന്താണ് ഗുണമുള്ളത്? എൻ്റെ ഗുരുനാഥൻ പറയും, ചെലവഴിക്കാത്ത പണം, കഴിക്കാത്ത ഭക്ഷണം, വായിക്കാത്ത ബുക്ക്, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? നമ്മൾ ഉപയോഗിക്കാത്ത അറിവ്, ആ അറിവ് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അപ്പോൾ ആ അറിവ് അവനവനെക്കുറിച്ചുള്ള അറിവാണ്. നല്ല മികച്ച കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത് സ്വയം ബോധമുള്ളവനാണ്. എൻ്റെ കൈകൾ എങ്ങനെ ചലിക്കുന്നു, എൻ്റെ നോട്ടം ആരെ ആസ്വാദ്യകരമാണോ, മറ്റൊരാളെ അത് വേദനിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാളെ അത് അസ്വസ്ഥനാക്കുന്നുണ്ടോ, എനിക്ക് സ്വീകാര്യത ലഭിക്കാനായി എൻ്റെ ശരീരഭാഷ എങ്ങനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ അവയർനെസ്സാണ് ശരിയായ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേറ്റർ മികച്ച ലീഡറായിരിക്കും. എവിടെയായിരുന്നാലും, കുടുംബത്തിലായാലും, പബ്ലിക് ലൈഫിലായാലും, പേഴ്സണൽ ലൈഫിലായാലും, അല്ല പ്രൊഫഷണൽ ലൈഫിലായാലും അയാളൊരു മികച്ച ലീഡറായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ജീവിതം ഒരു അരങ്ങാണ് എന്ന് ജാക്വസ് എന്ന ഷേക്സ്പിയറിൻ്റെ കഥാപാത്രം പറഞ്ഞത്. ആ അരങ്ങത്ത് കെട്ടിയാടുന്ന, പലവിധ വേഷങ്ങൾ കെട്ടിയാടുന്ന നടന്മാരാണ് നമ്മൾ, നടീനടന്മാരാണ് നമ്മൾ. ആ നടന്മാർ നല്ലവണ്ണം പഠിച്ചെടുത്ത് നല്ല തെളിഞ്ഞ കുറ്റമറ്റതാക്കി തീർത്ത് ആ സ്കില്ല് പഠിച്ചുകൊണ്ട് നല്ല ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് നല്ല വൃത്തിയായിട്ട് അഭിനയിച്ച് തീർക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മുടേതാണ്. നന്ദി.